ജപാകുസുമസങ്കാശം കശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. തമോഗ്നം ഇരുട്ടിനെ അകറ്റുന്ന, സർവപാപഘ്നം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, കാശ്യപേയം കശ്യപകുലത്തിൽ ജനിച്ച മഹാദ്യുതി അങ്ങേയറ്റം പ്രഭാവത്തോടു കൂടിയ ആദിത്യനെ ഭഗവാനെ ഞാനിതാ പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ആദിത്യൻ്റെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചർച്ച ചെയ്യുന്നു ആദിത്യൻ്റെ കുംഭ രാശിയിലേക്കുള്ള സംക്രമം. എന്നാണ് കുംഭത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക. 1201 കുംഭമാസം 1-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് 4:05 AM ആ സമയത്തോടു കൂടെയാണ് കുംഭരവി സംക്രമം നടക്കുന്നത്. ഇവിടെ സൂര്യൻ പ്രവേശിക്കുന്നത് ഉത്തരായനത്തിലാണ്. മകരമാസം ഉത്തരായനം ആരംഭിച്ചു. പക്ഷെ മകരവും കുംഭവും സൂര്യൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് തൻ്റെ പുത്രനായ ശനി. ശത്രു മന്ദസിതൗ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ള ശ്ലോകം തന്നെ. അതിൻ്റെ ആരംഭം അങ്ങനെയാണ്: ശത്രു മന്ത്രസിതോ സമശിസുതോ മിത്രാണി ശേഷാരവേഹേ. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ പരമശത്രുവാണ് സ്വന്തം പുത്രനായ ശനിയും പിന്നെ ശുക്രനും. ഛായാമാർത്താണ്ഡ സംഭൂതം, സൂര്യൻ്റെ ഛായയിൽ നിന്നും ജനിച്ച ഗ്രഹമാണ് ശനി. പക്ഷെ ശനി ആ ദൃഷ്ടി ജനിച്ച ഉടനെ സൂര്യനെ നോക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ മുഖം കറുത്ത് കരിവാളിച്ചു പോയി. പിന്നെ അദ്ദേഹം സ്വന്തം മകനെ കാണാൻ പോയിട്ടില്ല. ഏതായാലും ഇവിടെ ശത്രുക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ കുംഭത്തിൽ എപ്രകാരം മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരു മാസക്കാലമാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ ഒരു മാസക്കാലം എപ്രകാരമായിരിക്കും? കുംഭം രാശിക്ക് 2 പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. കുംഭത്തിന് ഹൃദ്രോഗം എന്നൊരു പേരുള്ള രാശിയാണ് കുംഭൻ. ഹൃദ്രോഗം ആ രാശി ഉണ്ടാക്കുന്ന 2 രോഗങ്ങളാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ. മറ്റൊന്നെന്താണ്? ബധിരത്വം, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അതിനാൽ ഹൃദയത്തിൻ്റെ കാരകനാണ് സൂര്യൻ. അസ്ഥിയുടെയും ഹൃദയത്തിൻ്റെയും കാരകനാണ്. ഹൃദ്രോഗം ചിന്തിക്കണമെങ്കിൽ സൂര്യൻ ദുർബലമായിട്ട് ജാതകത്തിൽ വേണം. 10-ാം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻസ്, അദ്ദേഹം വലിയ കാർഡിയോളജിസ്റ്റാവും, ഹൃദ്രോഗ വിദഗ്ധനാവും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ. എത്രയോ ജാതകങ്ങൾ ഞാൻ നിർണയിച്ചിട്ടുണ്ട് അപ്രകാരം. ഇവിടെ സൂര്യൻ കുംഭൻ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിലെ സൂര്യൻ്റെ ആശ്രയ ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ദുഃഖാർത്തോ വിധനഃ അടനഃ അനിർദരതിഹി തീഷ്ണശ്ച കുംഭേ സ്ഥിതൗ. കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ദുഃഖാർത്ഥ, ദുഃഖത്താൽ ആർത്തനാകും. ദുഃഖേനാർത്ഥ ദുഃഖാർത്ഥ, ദുഃഖത്താൽ പീഡിതനാകും. വിധനഃ, വിഗതം ധനം യസ്യ സഹ, ധനം മുഴുവൻ കൈവിട്ടു പോകും. ധനപരമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അടനഃ, അടതീതി അടനഃ, പരിഭ്രമണശീലം ഉണ്ടാകും. കറങ്ങി തിരിക്കാൻ വളരെ ഇഷ്ടപ്പെടും. അനിർദരതിഹി, അനിർദത്തിൽ രതിയുണ്ടാകും. ഋതം സത്യമാണ്. അസന്മാർഗികമായ രീതിയിലൊക്കെ, അസത്യസന്ധമായ രീതിയിലൊക്കെ സഞ്ചരിക്കും. അനിർദരതിഹി, അങ്ങനെയുള്ള വാസനകൾ ഉണ്ടാകും. തീഷ്ണശ്ച, സ്വഭാവത്തിൽ തീഷ്ണത പുലർത്തും. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള സൂര്യൻ്റെ ആശ്രയഫലം. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ അപ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർക്കിടകൻ രാശിക്കാരാണ്. സൂര്യൻ അഷ്ടമത്തിലാണ്. അപ്രകാരം ചിങ്ങൻ രാശിയിലാണെങ്കിൽ സവിസ്തരം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക
ചതയം പുരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് കുംഭൻ രാശിയിൽ തന്നെയാണ്. അത് 7ാം ഭാവാധിപനാണ്, 7ാം ഭാവത്തിൻ്റെ അധിപനാണ്, ചിങ്ങൻ രാശിയുടെ അധിപനാണ്. ഇന്ന് സൂര്യൻ നിൽക്കുന്നത് രാശിയിലാണ്. പാപയലഗ്നതയെ പരാജയ ശിരോരുക്ക്, പലപ്പോഴും കാര്യങ്ങളിൽ പരാജയമുണ്ടാകാം. ശിരോരുക്ക്, തലവേദന, ശിരോജന്യമായ രോഗങ്ങളുണ്ടാകും. ദുഃഖദുഷ്കീർത്തിയ, ദുഃഖങ്ങളും ദുഷ്കീർത്തികളും ഉണ്ടാകും. വ്യാധ്യാദീനി, രോഗാദി അരിഷ്ടതകൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് രോഗങ്ങൾ കുംഭൻ രാശിക്ക് ഉണ്ടാകുന്നത്? കുംഭൻ രാശിയുടെ പേര് തന്നെ ഹൃദ്രോഗം എന്നാണ്. അതിനാൽ കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ വൈകല്യങ്ങളും ക്ലേശങ്ങളും സർജറിക്കും ഈ മാസം വളരെയധികം അവകാശങ്ങൾ ഉള്ള മാസമാണെന്നറിയുക. വളരെയധികം ശ്രദ്ധിക്കണം. ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഹൃദയത്തിന് ബ്ലോക്കുണ്ടായി അത് പെട്ടെന്ന് നിവർത്തുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. സ്ഥാനച്യുതിയും സ്ഥാനചലനം സംഭവിക്കുക, ആപത്തുകളുണ്ടാവുക. പലപ്പോഴും തന്നെ പദവിയിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുകൾ വരാം. യാത്രാ തടസ്സങ്ങളുണ്ടാവുക. 2 വീലറിൽ യാത്ര ചെയ്യുന്നതിന് വളരെയധികം ശ്രദ്ധിക്കണം. അധോമുഖ രാശി ആരൂഢമാണ്. വാഹനാപകടം. കുംഭൻ രാശി ദ്വിപാദ രാശിയാണ്, 2 കാലുകളുള്ള രാശിയാണ്. അതിനാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 2 വീലേഴ്സാണ് ഈ ഒരു മാസക്കാലം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു മാസമല്ല ഈ ഒരു മാസം കുംഭൻ രാശിക്കാർ. അതിനാൽ വളരെ ജാഗ്രത പാലിച്ചതിൻ്റെ കാര്യങ്ങൾ നീക്കണം. കുംഭൻ രാശിയുടെ മറ്റൊരു പേരും എന്താണ്? ബധിരഹ എന്നാണ്. കേൾവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും വരാം. അതുപോലെ ശിരോജന രോഗം, പനി പിടിച്ച് പെട്ടെന്ന് ന്യൂമോണിയ വന്ന് പനി വളരെ വർദ്ധിക്കുക, ഇതൊക്കെ ഈ ഒരു മാസക്കാലം ഉണ്ടാവുന്ന സമയമാണ്. ചമത്കാരി തമിഴിൽ പറഞ്ഞിരിക്കുന്ന ഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. തനുസ്തോരവിസ് തുങ്കയഷ്ടിം വിധത്തി. വലിയ വടി പിടിക്കേണ്ടി വരും, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും, വടിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. താൻ പലപ്പോഴും തൻ്റെ കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നൊരവസ്ഥ വരും. മനസ്സന്തമേ ധാരദായാതവർഗാൽ, തൻ്റെ ഭാര്യ, ബന്ധുക്കൾ ഇവരെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സ് തപിക്കും, ചുട്ടുപൊള്ളുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. മമുപീഡ്യതയെ വാദപിത്തേനത്വം, വാതരോഗവും പൈത്തികമായ പിത്തസംബന്ധമായ രോഗങ്ങളും കാരണം ശരീരം വളരെയധികം ക്ലേശകരമാകും. ശരീരത്തിൻ്റെ ചലനങ്ങൾ എന്നറിയുക. സവൈ പര്യടനം, ഇദ്ദേഹം യാത്ര ചെയ്തുകൊണ്ട് നിൽക്കും. ഹ്രാസവൃദ്ധി പ്രയാതി, ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. പക്ഷേ കുംഭൻ രാശിയിൽ പലപ്പോഴും സൂര്യൻ അങ്ങേയറ്റം വിപരീത ഫലം അനുഭവപ്പെടുന്ന രാശിയാകയാൽ വളരെ ശ്രദ്ധിക്കണം കുംഭൻ രാശിയിലെ ജനങ്ങൾ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങളുണ്ടായത് കുംഭൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോഴാണ്. ഞാൻ കുംഭമാസത്തിലാണ് ജനിച്ചത്. ആ ഒരു കുംഭമാസത്തിൽ സൂര്യൻ നിൽക്കുന്ന 6 വർഷക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ 60 വർഷം നയിച്ചതുപോലെ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ക്ലേശങ്ങൾ അനുഭവിക്കാം. ഞാനൊരു ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട വീട്ടിലല്ല ജനിച്ചത്. നല്ലൊരു തറവാട്ടിലാണ് ജനിച്ചത്. നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത്. അങ്ങേയറ്റം ചെറിയ പ്രായത്തിന് ജോലി ലഭിച്ചിരുന്നു, ധാരാളം വരുമാനങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും സൂര്യൻ അങ്ങേയറ്റം എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു. ശരിക്ക് ബുദ്ധിമുട്ടിപ്പിച്ചതല്ല, ഞാൻ അറിഞ്ഞില്ല. അന്ന് ഞാൻ ജ്യോതിഷം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ 30 വയസ്സ് മുതലാണ് ജ്യോതിഷം പഠിക്കാൻ തുടങ്ങിയത്. ഇത് 29 വയസ്സിന് മുമ്പ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അതിനാൽ ജാഗ്രത പാലിക്കണം കുംഭമാസക്കാലം, കുംഭൻ രാശിക്കാർ പ്രത്യേകിച്ച്. നന്ദി, നമസ്തേ.